നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ എന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 28 അധ്യായമാണ്. ഇശായിയുടെ മകനായ ദാവീദ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 28 സങ്കീർത്തനം എന്ന് പറയുന്നത്. 1 മുതൽ 9 വാക്യങ്ങൾ അടങ്ങുന്ന 28 സങ്കീർത്തനത്തിൽ ദാവീദ് യഹോവഭക്തനായ ദാവീദ് ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഏതെല്ലാം രീതികളിൽ നിൽക്കുന്നുവെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ 1-ാം വാക്യത്തിൽ തന്നെ യഹോവ നമ്മുടെ പാറയായ ദൈവമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നിരവധിയായി നമ്മളെ സഹായിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ നമ്മളുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മോട് കൂടെ നിൽക്കുന്നത് ദൈവം മാത്രമാണ്. നമ്മളിൽ നിന്നും ഒരിക്കലും അകന്നു പോകാത്ത, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പാറയായ ദൈവത്തെ ദാവീദ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നീടുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ദുഷ്ടൻ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു ദൈവത്തെ ദാവീദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദുഷ്ടൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ഒരു ദൈവം, നമ്മൾക്ക് ബലം പകരുന്ന ദൈവം, നമ്മുടെ പരിചയമായ ദൈവം, ഇങ്ങനെ നിരവധി ദൈവത്തിന്റെ പ്രവൃത്തികൾ ദാവീദ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദുഷ്ടൻ ഏത് വിധത്തിൽ നമ്മുടെ മുന്നിൽ കടന്നു വന്നോട്ടെ, ആ സ്ഥാനങ്ങളിലെല്ലാം ദൈവം നമുക്ക് പരിചയമായി ദുഷ്ടന്റെ പ്രവൃത്തികൾക്ക് പകരം കൊടുക്കുന്ന ദൈവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ ദൈവം നമ്മെ സഹായിക്കും. പലവിധമായ പ്രശ്നങ്ങൾ കടന്നു വന്നോട്ടെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾക്ക് പലവിധമായ ഓഫറുകൾ നൽകുന്ന പലവിധമായ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ധനികരായിക്കൊള്ളട്ടെ, സ്നേഹിക്കുന്നവരായിക്കൊള്ളട്ടെ, സമ്പത്തില്ലെങ്കിലും നമ്മളെ ഒരു വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുന്നവരായിക്കൊള്ളട്ടെ. എന്നാൽ പല സാഹചര്യങ്ങളിലും അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. നാം ദൈവത്തിനു വേണ്ടി ജീവിച്ചാൽ, നാം ദൈവത്തിനു വേണ്ടി സ്തുതി കരേറ്റിയാൽ, നാം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.